ഗുഡ് മോർണിംഗ് 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27 വെള്ളിയാഴ്ച, കുംഭം 15. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. KSU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. ഔദ്യോഗിക വാഹനത്തിൽ പുലർച്ചെ 4 മണിയോടെയാണ് കണ്ണൂരിൽ നിന്ന് തിരിച്ചത്. അതേസമയം KSU പ്രതിഷേധത്തിൽ മർദ്ദനമോ സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ലെന്ന് പോലീസ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിലും ആക്രമണ ദൃശ്യങ്ങളില്ല. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അജീഷ്, അങ്ങനെ ഈ വധശ്രമവാദമടക്കം പൊളിയുകയാണ്. ഇപ്പോൾ സൈബർ സഹാക്കൾ കണ്ടെത്തിയ തെളിവല്ല, പോലീസ് തന്നെ പരിശോധിച്ചുറപ്പിക്കുന്നു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നല്ലേ? എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പുലർച്ചെ 4 മണിയോടെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. മന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് ഇന്നലെ തന്നെ മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തിയിരുന്നു. മന്ത്രിയും അങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തത്. പുലർച്ചെയോടെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. തിരുവനന്തപുരത്തേക്ക് പോയെന്നാണ് ഒരു നിഗമനം. എന്തായാലും 4 മണിയോടെ വിട്ടു എന്നുള്ളൊരു ആണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഈ മന്ത്രിക്ക് ഈ മർദ്ദനമോ അല്ലെങ്കിൽ പോലീസിനൊരു സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ലെന്നാണ് നിലവിൽ സിറ്റി ജില്ലാ പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തലായി പുറത്തു വരുന്നത്. സംഭവത്തിൽ ഈ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ റെയിൽവേ പോലീസാണ് ഈ കേസെടുത്ത് അന്വേഷിക്കുന്നത്. അതിനാൽ ഈ മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയും മന്ത്രിയും തന്നെ കയ്യേറ്റം ചെയ്തുവെന്ന് പോലീസിനോട് അറിയിച്ചതോടെയാണ് പോലീസ് ഈ 5 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും മാത്രമല്ല ഈ ഗുരുതര വകുപ്പുകൾ, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്നാണ് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഉത്തരമേഖല DIG യതീഷ് ചന്ദ്രയ്ക്ക് ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയിട്ടുള്ള വിവരം. മാത്രമല്ല RPF റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിലും ഈ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന ആ ഭാഗം ഒന്നും കണ്ടെത്താനായിട്ടില്ല. മന്ത്രി സമരക്കാർക്കെതിരെ തിരിഞ്ഞതോടെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിനും പോലീസുകാർ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ഈ മന്ത്രിക്കെതിരെ ആക്രമണം നടന്നാൽ അത് പോലീസിന്റെ വീഴ്ചയായി കണ്ട് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നിലവിൽ റെയിൽവേ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് നിലവിൽ അന്വേഷണം നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രിക്ക് മർദ്ദനമോ സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അജീഷ്, മാത്രമല്ല ഇതിനിടയിൽ വരുന്ന ഒരു സെൽഫി കൂടി ഉണ്ടല്ലോ. ആരോഗ്യ പ്രവർത്തകർ മന്ത്രിക്കൊപ്പം ആശുപത്രിയിൽ നിന്നെടുത്ത സെൽഫി, അതും വിവാദമാകുന്നു. അതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടാവും. എന്തായാലും സൂപ്രണ്ട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ഇന്നലെയായിരുന്നു ഈ ആരോഗ്യ പ്രവർത്തകർ ഈ മന്ത്രിക്കൊപ്പമുള്ള സെൽഫി പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇത് പിന്നീട് വിവാദമാവുകയായിരുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് ഈ മന്ത്രി നടത്തിയത്, ആരോഗ്യ പ്രവർത്തകർ നടത്തിയത് ചട്ടലംഘനം ആണെന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ വിവാദം ചർച്ചയാക്കുകയായിരുന്നു. ഈ ICUവിലായിരുന്നു മന്ത്രിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ICUക്കകത്ത് മന്ത്രിയുമായി ഒത്തുള്ള സെൽഫി അത് ചട്ടലംഘനമാണെന്ന് കാട്ടി വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ട് പരിയാരം മെഡിക്കൽ കോളേജിനോട് വിശദീകരണം തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് ഈ ആരോഗ്യ പ്രവർത്തകരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് മന്ത്രിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി മന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു സെൽഫി എടുത്തത് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വധശ്രമമെന്ന് CPM നേതാക്കൾ ആരോപിച്ചിടത്താണ് അതിന് യാതൊരു തെളിവില്ല, ആക്രമണം ഉണ്ടായിട്ടില്ല എന്നിപ്പോൾ പോലീസ് തന്നെ പറയുന്നത്. ദൃശ്യങ്ങളടക്കം റെയിൽവേ സ്റ്റേഷനിലടക്കം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോൾ ഇനി മുമ്പ് വധശ്രമം ആരോപിച്ച നേതാക്കളടക്കം ഇനി മറുപടി പറയേണ്ട സാഹചര്യമാകുന്നു. ഒപ്പം ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സെൽഫി കൂടി ഈ ഘട്ടത്തിൽ വിവാദമാവുന്നുണ്ട്. കണ്ണൂർ ആർളം ഫാമിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് യുവാവിന് ദാരുണാന്ത്യം. ആർളം ഫാം 10ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട്. അജീഷ്, ആർളം ഫാമിൽ ഇത് പലകുറിയായി ആവർത്തിക്കുന്നു. ഇത്തവണ എന്താണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് കാട്ടാനെ ആക്രമിച്ചത്?
ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്, ദാരുണമായ സംഭവം ഉണ്ടായത്. അനീഷ് 10ാം ബ്ലോക്ക് സ്വദേശിയാണ്. അനീഷ് പുലർച്ചെ മൂത്രമൊഴിക്കാനായി മറ്റും വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ആറളം ഫാം നമുക്കറിയാവുന്നതുപോലെ തന്നെ വർഷങ്ങളായി തന്നെ കാട്ടാന ഭീഷണി ഉള്ള സ്ഥലമാണ്. സ്ഥിരമായി ഇവിടെ കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്. വനമേഖലയോട് ചേർന്ന സ്ഥലം തന്നെയാണ് ഈ ആറളം ഫാമിലെ ഈ ഓരോ ബ്ലോക്കുകളും. അവിടെയാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. 10ാം ബ്ലോക്കിലെ അനീഷിനെയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം ഇപ്പോൾ ഉള്ളത്. ശരി, അജീഷാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ആറളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിയുകയാണ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24 പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് ആൻ മരിയ സണ്ണി, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്, ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, ഡോക്ടേഴ്സിന്റെ സമരം തുടരുകയാണ് ഒരു വശത്ത്, ഒപ്പം ആർ ശ്രീലഖയ്ക്കെതിരായ കേസ്. ഇന്ന് KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നു. വിധിയിൽ ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങാം. അങ്ങനെ സ്വർണ്ണക്കൊള്ളയിൽ മറ്റൊരു പ്രതി കൂടി പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ്. ഒപ്പം സർക്കാർ ഇന്ന് ഈ ഡേറ്റ ചോർത്തൽ അല്ലെങ്കിൽ ഡേറ്റയിലേക്കുള്ള സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന പരാതിയിൽ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകുകയാണല്ലോ. തീർച്ചയായും ഗൂഗിൾ, ഇന്നും നിരവധി വാർത്തകളുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം, ഇന്നും ആശുപത്രിയിൽ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. KGMCTയുടെ സമരം തുടരുകയാണ്. 32ാം ദിവസമായി അവർ സമരത്തിലാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശമ്പള വർധന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അനുകൂലമായ ഒരു ചർച്ചയുടെ സമീപനം പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിസ്സഹകരണ സമരം, OP ബഹിഷ്കരണം, അതുകൂടാതെ അത്യാവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമരമാണ് തുടരുന്നത്. അതേ സമര രീതി ഇന്നും തുടരും. ഇന്നും കൂടാതെ മെഡിക്കൽ കോളേജുകളിൽ കേന്ദ്രീകരിച്ച് പ്രത്യേകമായ പ്രതിഷേധ ധർണകൾ ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ 10 മണിയോടുകൂടി പ്രത്യേക പ്രതിഷേധ ധർണയും മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകും. മറ്റൊരു സുപ്രധാന വാർത്ത, മുൻ DGPയും ശാസ്തമംഗലത്തെ BJP കൗൺസിലറുമായ ആർ ശ്രീലഖയ്ക്കെതിരെയുള്ള കേസാണ്. മ്യൂസിയം പോലീസാണ് പോക്സോ വകുപ്പുകളടക്കം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് JMC 3 ശ്രീലഖയ്ക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. ഒരു സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുക്കാൻ ഉത്തരവിട്ടത്. കാരണം ശ്രീലേഖ തന്റെ FB പേജ്, യൂട്യൂബ് പേജിലൂടെ മുൻപ് നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അതിൽ ഇരകളുടെ പേര് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പോക്സോ കേസ് അടക്കം ചുമത്തിക്കൊണ്ട് കേസെടുക്കാൻ കാരണമായിരിക്കുന്നത്. ഇന്ന് മ്യൂസിയം പോലീസിന്റെ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തേടാനുള്ള സാവകാശം കൊടുക്കുമോ അതോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മുൻ DGPയും BJP കൗൺസിലറുമായതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സമീപിക്കാനുള്ള ഒരു സാവകാശം കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് വൈകാനും സാധ്യതയുണ്ട്. എന്തായാലും ആ നടപടിയാണ് ഉള്ളത്. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ മറ്റ് ചില ഏറ്റവും സുപ്രധാനമായ വാർത്തകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഡാറ്റ ചോർച്ച വിവാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിൽ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ് എന്നുള്ളത് നിർണായകമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യതയുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്നുള്ള കാര്യം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് തന്നെ വരുമെന്നാണ് കരുതുന്നത്. ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ എങ്ങനെയാണ് സ്വകാര്യ കമ്പനിക്ക് പോയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഗോകുൽ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള തെക്കൻ മേഖലയിൽ നിന്നുള്ള വാർത്തകളുടെ സാധ്യതകൾ പങ്കുവച്ചത്. ഇനി കൊച്ചിയിലേക്കാണ് ആൻ മരിയ സണ്ണി ചേരുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകിയും കേരള സ്റ്റോറി റിലീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കളുടെ അപ്പീൽ ഹർജിയിൽ വാദം തുടരുകയായിരുന്നു. ഇന്ന് അക്കാര്യത്തിലൊരു വിധി വരും. ഒപ്പം മുമ്പ് ഉമേഷ് സൂചിപ്പിച്ച കാര്യം കൂടിയുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഈ ജീവനക്കാർക്ക് സർക്കാർ സന്ദേശം അയച്ചതിൽ അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം നേരത്തെ തന്നെ പറഞ്ഞാണ്. കടുത്ത പരാമർശങ്ങളുണ്ടായാൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന്. ഗുഡ് മോർണിംഗ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട വാർത്തകൾ അത് കോടതിയിൽ നിലനിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോകുൽ പറഞ്ഞതുപോലെ ഇന്നലെ ഏറെ വൈകിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന കേരള സ്റ്റോറി 2വിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്ന അപ്പീലാണ്. ഇന്നലെ ഏകദേശം ഒരു 10:30 സമയത്തോടു കൂടിയാണ് വാദം പൂർത്തിയാക്കുന്നത്. ഇന്ന് അതിൽ വിധി പറയുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ സിംഗിൾ ബെഞ്ച് ഇടക്കാല സ്റ്റേ ഇതിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. 15 ദിവസത്തേക്കാണ് സ്റ്റേ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ
ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇന്നാണ് അതിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ റിലീസിന് തൊട്ട് മുൻപായിട്ട് ഏകദേശം ടീസർ ഇറങ്ങി 16 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഹർജി നൽകുന്നത്. അത് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഈ ഒരു സിനിമ അതൊരു വിഭാഗത്തെ മാത്രം പൂർണ്ണമായിട്ടും കാണിക്കുന്നതല്ല. ഒരു മതത്തിലെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലെ ചില ആളുകളുടെ അല്ലെങ്കിൽ ആ ആളുകൾ കാണിക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. അത് മാത്രമാണ് അവിടെ പറയുന്നത്. കേരളത്തെ അപമാനിക്കുന്ന രീതിയിലല്ല സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് സെൻസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് പിന്നെ ഒരു സിനിമയ്ക്ക് അതിന് സ്റ്റേ നൽകാനായിട്ട് സാധിക്കുക? കേരള സ്റ്റോറി 1 എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ആദ്യ ഭാഗത്തിന്റെ പേരും കേരള സ്റ്റോറി തന്നെ എന്നാണ്. അതുകൊണ്ട് തന്നെ പേര് അതിന്റെ രണ്ടാം ഭാഗമായതുകൊണ്ട് പേര് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതുമല്ല. ഈ ആദ്യ സ്റ്റോറിക്ക് സിനിമയ്ക്ക് നിരവധിയായിട്ടുള്ള അവാർഡുകൾ, ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് മറ്റൊരു രീതിയിലും അതൊരു ക്രമസമാധാനത്തെ തകർക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലോ അല്ല സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ നിർമ്മാതാക്കൾ അത് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അത് ഹർജിക്കാരൻ പൊതു താല്പര്യ ഹർജിയാണോ, ഈ ഹർജിക്കാരന്റെ അവകാശം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, അത് സിംഗിൾ ബെഞ്ച് നിരീക്ഷണത്തിലുണ്ടായിരുന്നതാണ്. സിംഗിൾ ബെഞ്ച് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ഈ സിനിമ കാണണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർമ്മാതാക്കൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു അനുവാദം അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നതോടുകൂടി ഒരു സമ്മതം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് സിംഗിൾ ബെഞ്ചിനെ അനുവദിക്കാതിരുന്നത്? ആ കാര്യങ്ങൾ ഈ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ വാദം നടക്കുകയും വാദം പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം നിരീക്ഷണത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു വിധി പറയുന്നത്. സിംഗിൾ ബെഞ്ചാണ് ഇന്നലെ 15 ദിവസത്തേക്ക് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ ഡേറ്റ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയാണ്. ആദ്യ കേസ് പരിഗണിക്കുന്നതിനിടയിൽ തന്നെ ഈ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് ഡേറ്റ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ഈ രീതിയിൽ വാട്സപ്പ് മുഖേന സന്ദേശങ്ങൾ നൽകുകയില്ല എന്ന് എഴുതി നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിൽ ഒരു സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം അവിടെ സംഭവിച്ചിട്ടില്ല എന്നും ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് മധ്യ കേരളത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. ഗൂഗിൾ. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തകളുടെ വിവരങ്ങൾ പങ്കുവച്ചത്. 20 കോടി രൂപയുടെ ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ സമ്മാനം വിതരണം ചെയ്യുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സമ്മാനം ലഭിച്ച തന്റെ ടിക്കറ്റ് നഷ്ടമായെന്ന് കാട്ടി എറണാകുളം പാഴൂർ സ്വദേശിയും റിട്ടയർഡ് ASIയുമായ KK സജിമോൻ നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. നിലവിൽ സമ്മാന വിതരണം തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. സമ്മാനാർഹമായ XC138455 എന്ന നമ്പർ ലോട്ടറി ടിക്കറ്റാണ് നഷ്ടപ്പെട്ടത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കണക്ക് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡ് സാവകാശം തേടും. കൃത്യമായ കണക്കുകൾ ഹാജരാക്കണമെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഗുരുതര ക്രമക്കേടുണ്ടെന്നായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. ഇനി കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട്. നിഖിൽ, ഈ വലിയങ്ങാടിയിലെ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്നത്. വലിയങ്ങാടിയിൽ ആദ്യ അപകടത്തിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു, തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസവും അവിടെ കോഴിക്കോട് ഒരു കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീഴുകയുണ്ടായല്ലോ. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ CPIM ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന കോർപ്പറേഷന് വേണ്ടി സംസാരിക്കാൻ, അതായത് കോർപ്പറേഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം എന്ന പോലെ ഒരു ബഹുജന സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ അപകടമുണ്ടായി 4 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും കോർപ്പറേഷൻ പൊളിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന 16 കെട്ടിടങ്ങളുണ്ടായിരുന്നു. ആ 16 കെട്ടിടങ്ങൾ അങ്ങനെ നിലനിൽക്കുകയാണ്. അതിലൊരു നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിരുന്നില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കെട്ടിടം കൂടി തകർന്നു വീഴുന്ന സാഹചര്യവും ഉണ്ടായി. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആരോപണ മുനകളെല്ലാം നീങ്ങുന്നത് കോഴിക്കോട് കോർപ്പറേഷനെതിരെയാണ്. കോർപ്പറേഷന്റെ കഴിഞ്ഞ ഭരണസമിതി എന്തുകൊണ്ട് ഈ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചില്ല? മനഃപൂർവ്വം ഈ കെട്ടിട ഉടമകൾക്കും അവിടുത്തെ ജീവനക്കാർക്കും ഒക്കെ വേണ്ടി, അവിടുത്തെ കടയുടമകൾക്കും ഒക്കെ വേണ്ടി ഈ പൊളിക്കൽ നടപടി വൈകിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം.
ഈ പശ്ചാത്തലത്തിൽ കോർപ്പറേഷനെതിരെ ഉയരുന്ന ആരോപണ മുനകൾ നീങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് CPM സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 7:30 കോഴിക്കോട് ബീച്ചിലാണ് ഈ സംഗമം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കെട്ടിട തകർച്ചയുമായി ബന്ധപ്പെട്ട്, വലിയങ്ങാടിയിലെ കെട്ടിട തകർച്ചയുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന അബ്ദുൾ ജബ്ബാർ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ്. അതായത് കാലിന് കാര്യമായി തന്നെ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ചികിത്സയിൽ തുടരുന്നത്. ഒരു പക്ഷേ ഒരു ശസ്ത്രക്രിയ അടക്കം വേണ്ടി വന്നേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ നമ്മൾ നേരിൽ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു. അബ്ദുൾ ജബ്ബാർ എന്ന കോയയുടെ ആരോഗ്യനില വളരെ ജലീൽ എന്ന കോയയുടെ ആരോഗ്യനില വളരെ മോശമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ പ്രയാസം അദ്ദേഹം നേരിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു സാമ്പത്തിക സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. മേയറടക്കം വന്ന് കണ്ടെങ്കിലും അതിനുശേഷം യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ കുടുംബം വിശദീകരിക്കുന്നത്. ഏതായാലും ഈ കെട്ടിട തകർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ ഇന്ന് നമ്മൾ മലബാറിൽ നിന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ പ്രതിഷേധങ്ങളടക്കം ഓരോ ഭാഗത്തു നിന്ന്, വിവിധ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുമുണ്ട്. ഗൂഗിൾ. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ഇന്ന് DMK-യിൽ ചേർന്നേക്കും. ചെന്നൈയിലെ DMK ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് OPS-ന് നൽകാൻ ധാരണയായെന്നാണ് സൂചന. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, 3 തവണ മുഖ്യമന്ത്രിയായ ആളാണ്. ഒരു സീറ്റിലേക്ക് പാർട്ടി ഒതുങ്ങുകയാണ്. അപ്പോഴും സ്റ്റാലിനും DMK-യും കരുത്തു കൂട്ടുകയാണ് കൂടുതൽ കക്ഷികളെ ഒപ്പം ചേർത്ത്. ഗൂഗിൾ ഇതൊരു കക്ഷി ഒരുമിച്ച് ഒപ്പം ചേർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒ പനീർസെൽവത്തിനെ സംബന്ധിച്ചപ്പോൾ ഒരു പാർട്ടി, അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയാനില്ല. അത് അണ്ണാ ഡി എം കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫോറം, അതിൽ കുറച്ച് ആളുകളുണ്ട്. അവർ DMK-യിലേക്ക് ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലും ഇന്നിപ്പോൾ കോൺഗ്രസുമായുള്ള ചർച്ച നടക്കുന്നുണ്ട്. അണ്ണാ അറിവാളയത്തിൽ, അതായത് സീറ്റ് വിഭജന ചർച്ച നടക്കുന്നുണ്ട്. അതിനിടയിൽ OPS കൂടി എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഈ ഒരു വിവരം പുറത്തു വരികയും ചെയ്യുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കാണുകയും കഴിഞ്ഞ സഭ അവസാനിക്കുന്ന സമയത്ത് DMK-യുടെ പറഞ്ഞ പനീർസെൽവത്തിന്റെ സപ്പോർട്ടറായിട്ടുള്ള MLA അയ്യപ്പൻ കൃത്യമായി തന്നെ DMK സർക്കാരിനെ പുകഴ്ത്തി സംസാരിക്കുന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയെ കാണുന്ന ഒരു നിലയുണ്ടായത് പനീർസെൽവം. എന്തായാലും DMK-യിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അത് ഒരു കൃത്യമായ അർത്ഥത്തിൽ തന്നെ DMK പാർട്ടിയിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ പനീർസെൽവം എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, തെനിയിൽ നിന്ന് അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്ന, കഴിഞ്ഞ 3 തവണയായി മത്സരിച്ച് ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ബോഡി നയിക്കന്നൂർ എന്ന് പറയുന്നത്. ബോഡി നയിക്കന്നൂർ സീറ്റ് തന്നെയായിരിക്കും പനീർസെൽവത്തിന് നൽകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ. ശരി, ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മനേഷ് മൂർത്തിയാണ്. ഇനി ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. CPM-ന്റെ PB യോഗം ഇന്ന് ചേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ മറ്റ് ഏതൊക്കെ നേതാക്കൾ, PB അംഗങ്ങൾ മത്സരിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യമൊക്കെ ഇന്ന് അറിയാൻ കഴിയുമെന്നാണ് സാധിക്കുന്നത്. ഒപ്പം ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ തുടർ വാർത്തകളും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ബൽറാം. ഗൂഗിൾ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് CPIM-ന്റെ നിർണായക പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരുകയാണ്. അതിലേറ്റവും സുപ്രധാനം ഈ വരാനിരിക്കുന്ന കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, ഒപ്പം തന്നെ അതിൽ ആരെല്ലാം മത്സരിക്കണം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ യോഗം തീരുമാനമെടുക്കും. ഏറ്റവും പ്രധാനം, മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമോ എന്നത് തന്നെയാണ്. നേരത്തെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ നേരിടാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ അംഗീകാരമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുക. അതേസമയം മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേരളത്തിൽ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ മത്സരിക്കേണ്ടതുണ്ടോ, ആരെല്ലാം മത്സരിക്കണം എന്ന കാര്യത്തിലും ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിലായിരിക്കും തീരുമാനമുണ്ടാകുക. തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്ര സമീപനങ്ങൾ, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ ഇത്തവണ കോൺഗ്രസ് CPM-നോടൊപ്പം ചേരാനില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലായിരിക്കണം ബംഗാളിലെ സഖ്യം ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനവും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാകും. ഒറ്റ ദിവസത്തേക്കാണ് യോഗം ചേരുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ യോഗ തീരുമാനങ്ങൾ ജനറൽ സെക്രട്ടറി MA ബേബി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. അതേസമയം ഉച്ചകോടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന
എന്ന സൂചന. ഈ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയമനു ചിബിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. വലിയ ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ ഒരു അവകാശവാദം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച. ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് യുവമോർച്ച കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുക. ഡൽഹി വിജ്ഞാൻ ഭവനിൽ നിന്ന് രാവിലെ 10 മണിയോടെയായിരിക്കും പ്രതിഷേധ മാർച്ച്. യുവമോർച്ച കേരള സംസ്ഥാന പ്രസിഡന്റ് മനു പ്രസാദ് നേതൃത്വം നൽകും. അനുരാഗ് ഠാക്കൂർ MP പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സോണിയാഗാന്ധിയുടെ ചിത്രമുയർത്തി സോണിയാഗാന്ധിക്കും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാബ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ ഉച്ചയ്ക്ക് 12:15 കൂടിക്കാഴ്ച. സഭാതർക്കം അടക്കമുള്ള കാര്യങ്ങളും സാമൂഹിക വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് വിവരം. സഭാതർക്കത്തിൽ സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ സഭ നേരിടുന്ന പ്രതിസന്ധികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചേക്കും. ഖരമാലിന്യ അധിഷ്ഠിത കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ബ്രഹ്മപുരത്ത് പ്രവർത്തന സജ്ജം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പ്ലാന്റ് ഇന്ന് നാടിന് സമർപ്പിക്കും. പ്രതിദിനം 150 ടൺ ഖരമാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഒരുങ്ങിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി കൊച്ചി നിവാസികൾ അനുഭവിക്കുന്ന മാലിന്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാവുകയാണ് CBG പ്ലാന്റ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് പ്ലാന്റ് ഒരുക്കിയിരിക്കുന്നത്. ഗതാഗതം, വാണിജ്യം, വ്യവസായം, ഗാർഹികം എന്നീ മേഖലകളിൽ CNGക്ക് പകരം ഉപയോഗിക്കാവുന്ന ഇന്ധനമായി കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനം സാധ്യമാക്കുകയാണ് പ്ലാന്റിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ പ്രതിദിന ഉൽപാദന പരിധി ഘട്ടം ഘട്ടമായി ഉയർത്താനും പദ്ധതിയുണ്ട്. ജൈവമാലിന്യ സംസ്കരണത്തിനായി പ്ലാന്റ് പൂർണ്ണ സജ്ജമായതായി BPCL അധികൃതർ അറിയിച്ചു. Getting municipal waste converted to gas is the first of its kind in the country, and we are happy to share that BPC is that along with Government of Kerala and Municipal Corporation of Kochi, we have joined hands together to achieve this milestone. നഗരത്തിലെ 21 ഇടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള 181 ശേഖരണ കേന്ദ്രങ്ങളിലൂടെ സംസ്കരണത്തിന് ആവശ്യമായ ജൈവമാലിന്യം കോർപ്പറേഷൻ നൽകും. അൺലോഡിംഗ് പിറ്റിലേക്ക് നിറയ്ക്കുന്ന മാലിന്യം ആനുപാതികമായി വെള്ളവും ചേർത്ത് മിശ്രിതമാക്കി ബയോഗ്യാസ് നിർമ്മാണത്തിനായി ഹൈഡ്രോലൈസർ ടാങ്കിലേക്ക് മാറ്റും. ഇതിനായി 12 മീറ്റർ ഉയരവും 30 മീറ്റർ വ്യാസവുമുള്ള 2 കൂറ്റൻ ഡൈജസ്റ്റുകളാണ് പ്ലാന്റിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. വാട്ടർ സ്ക്രബ്ബർ സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്നിവ നീക്കം ചെയ്തതിനു ശേഷം ശുദ്ധീകരിക്കുന്ന ബയോഗ്യാസ് BPCL റിഫൈനറിയിലേക്ക് എത്തിക്കും. മാലിന്യ സംസ്കരണത്തിൽ ഇത്രയധികം പഴിചാരലുകൾ കേട്ട കൊച്ചി കോർപ്പറേഷനെ പോലെ മറ്റൊരു നഗരസഭയുണ്ടാവുകയില്ല. എന്നാൽ പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആ പഴിചാരലുകൾ അവസാനിക്കുമെന്നും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുമെന്നുമാണ് പ്രതീക്ഷ. കൊച്ചിയിൽ നിന്നും സജിൽ ഗുരുവായൂരിനൊപ്പം ആൻമരിയ സനി, 24. കൊച്ചി ബ്രഹ്മപുരം CBG പ്ലാന്റ് ഉദ്ഘാടനത്തിലേക്ക് പുതിയ ഭരണസമിതി ക്ഷണിച്ചില്ലെന്ന് മുൻ മേയർ ഡോക്ടർ M അനിൽകുമാർ 24നോട്. പോകാൻ ആഗ്രഹിക്കുന്നില്ല, പരാതിയോ പരിഭവമോ ഇല്ല. BPCL ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു, വരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മുൻ മേയർ എന്ന നിലയിലല്ല ക്ഷണിച്ചതെന്നും അനിൽകുമാർ കൊച്ചിയിൽ 24നോട് പറഞ്ഞു. മുൻ മേയർ എന്നുള്ള നിലയിലല്ല ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. BPCL ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതിലൊരു അല്ലെങ്കിലും BPCLന്റെ അവിടുത്തെ ട്രേഡ് യൂണിയൻ ഭാരവാഹിയാണ് ഞാൻ. അപ്പോൾ ചിലപ്പോൾ ഒരു ക്ഷണിക്കുമായിരിക്കും. പക്ഷെ അല്ലാതെ ഞാൻ പോകാൻ അത് ആഗ്രഹിക്കുന്നില്ല. പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ ക്ഷണമില്ലാത്തത് കൊണ്ട് എന്നുള്ളൊരു പുതിയ സമിതി അത് ക്ഷണിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, അതിലൊന്നും എനിക്കൊരു പരിഭവമോ പരിദേവനമോ പരാതിയോ ഒന്നുമില്ല. കാരണം സാധാരണഗതിയിൽ അങ്ങനെ പഴയ ആളുകളെയൊക്കെ ക്ഷണിക്കുന്ന രീതി നമ്മുടെ നാട്ടിലില്ല. 210 വിദ്യാർത്ഥികൾക്ക് മുത്തൂറ്റ് ഫിനാൻസിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സമ്മാനിച്ചു. 9 പതിപ്പുകളിലായി 394 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാനായി 4.62 കോടി രൂപ ചെലവഴിച്ചു. MBBS വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തേക്ക് ഓരോ വർഷവും 60,000 രൂപ വീതവും, BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് 1,20,000 രൂപയുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. കൊച്ചിയിലെ മുത്തൂറ്റ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 30 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മുത്തൂറ്റ് ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജോർജ് M ജോർജ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ പരിപാടിയുടെ ഭാഗമായി. ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നൽകാൻ സാധിച്ചതാണ് കേബിൾ TV വ്യവസായത്തിൽ വരുമാന വർധനയ്ക്ക് പ്രധാന കാരണമായതെന്ന് KCCL ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ N പത്മകുമാർ.
കേബിൾ TV വ്യവസായത്തെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ശേഷി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾക്കാണ്. ഡൽഹിയിൽ നടന്ന ട്രായുടെ സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രായ് സ്ഥാപിതമായി 29 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിലായിരുന്നു ബ്രോഡ്ബാൻഡ് സേവനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് KCCL ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ N. പത്മകുമാർ വ്യക്തമാക്കിയത്. ബ്രോഡ്ബാൻഡ് സേവനം കേബിൾ TV സേവന മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കേബിൾ TV വ്യവസായത്തെ മുന്നിൽ നിന്ന് നയിക്കുവാനുള്ള ശേഷി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾക്കാണെന്നും N. പത്മകുമാർ പറഞ്ഞു. Once we adopted this broadband, then actually we achieved a tremendous increase in the revenue because their ARPU before broadband, the cable operators ARPU was 250 or 300 rupees. So broadband is the driver for the industry, especially wired broadband. കേബിൾ നെറ്റ്വർക്ക് മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണാൻ സാധിച്ചതാണ് KCCLന്റെ വിജയത്തിന് കാരണം. പശ്ചിമ ബംഗാളിൽ കൂടുതൽ വീടുകളിലേക്ക് സേവനങ്ങൾ എത്തിക്കാൻ KCCL ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നും സെമിനാറിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ടെലികോം സേവനങ്ങളുടെ നിരക്കുകൾ നിയന്ത്രിക്കുക, ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ട് 1997 ഫെബ്രുവരിയിലാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 2 സെമിനാറുകളിലായി നിരവധി പ്രമുഖർ പങ്കെടുത്തു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.